നമസ്കാരം, KCV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാട്ടാനപ്പേടിയിൽ വാഴത്തോട്ടം വെട്ടി നശിപ്പിച്ച യുവ കർഷകൻ. ചത്ത തെരുവുനായുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ മൃഗസ്നേഹിക്കെതിരെ കേസെടുത്ത പഴയന്നൂർ പോലീസ്. ഈസ്റ്റ് ഒറ്റപ്പാലം സുഹാത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ മോഷണം. ഒറ്റപ്പാലത്തും കോങ്ങാടും വൻ ലഹരി വേട്ട. അധികൃതരുടെ വാഗ്ദാനങ്ങൾ പാഴ്വാക്കായി പനയമ്പാടം അപകട വളവ് തൽസ്ഥിതി തുടരുന്നു. വാർത്തകൾ വിശദമായി. ഈസ്റ്റ് ഒറ്റപ്പാലം സുഹാത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ മോഷണം. വലിയ പെരുന്നാളിന് വിവിധ വ്യക്തികളിൽ നിന്നും സ്വീകരിച്ച 6 ലക്ഷത്തോളം രൂപ മോഷണം പോയി. ഈസ്റ്റ് ഒറ്റപ്പാലം ഹുയാത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദ് ഓഫീസിലാണ് മോഷണം നടന്നത്. ഓഫീസിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് അലമാര തകർത്ത് പണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിച്ചു. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം. പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഷൊർണൂരിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. ബലിപെരുന്നാളിനായി ശേഖരിച്ച 6 ലക്ഷത്തോളം രൂപ നഷ്ടമായതായി മഹൽ കമ്മിറ്റി സെക്രട്ടറി ജലീൽ KCVയോട് പറഞ്ഞു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ CCTV ഫുട്ടേജ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈസ്റ്റ് ഒറ്റപ്പാലം പള്ളിയുടെ കോമ്പൗണ്ടിലുള്ള ഓഫീസിനകത്ത് നിന്ന് ഇന്ന് പുലർച്ചെ സുമാർ 6 ലക്ഷം രൂപയോളം മോഷണം പോയിട്ടുണ്ട്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ബലികർമ്മത്തിന് വേണ്ടി വിശ്വാസികളിൽ നിന്നും സമാഹരിച്ച തുകയാണ് ഈ സംഖ്യ. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പള്ളിയിൽ സ്ഥാപിച്ച CCTV ദൃശ്യങ്ങളിൽ ഈ മോഷ്ടാവിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വളരെ വേഗത്തിൽ പിടികൂടാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ. ഒറ്റപ്പാലത്ത് വീണ്ടും കഞ്ചാവ് വേട്ട. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും 23.67 കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് പഴയ ഇമ്പീരിയൽ തിയേറ്ററിന് സമീപത്തായി റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഞ്ചാവിന്റെ വൻ ശേഖരം കണ്ടെത്തിയത്. 23.65 കിലോഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. 3 ചാക്കുകളിലായാണ് കഞ്ചാവ് കണ്ടെത്തിയത്. അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ഗ്ലാഡിയൻ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് SI ഉണ്ണികൃഷ്ണൻ, SCPO രാമദാസ് എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു. വിവിധ ട്രെയിനുകളിലൂടെ കേരളത്തിലേക്ക് വൻതോതിൽ ലഹരിമരുന്നുകൾ കടത്തുന്നുണ്ട്. ഇത്തരം സംഘക്കാർ ഉപേക്ഷിച്ചതാവാനും സാധ്യതയുണ്ട്. കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിൽ രാസലഹരി വിൽപ്പന. കോങ്ങാട് നിന്നും 1.5 കിലോയോളം രാസലഹരിയുമായി യുവതിയും യുവാവും പോലീസ് പിടിയിൽ. പിടിയിലായ പ്രതികളിൽ നിന്നും 1.5 കിലോയോളം MDMAയും പിടിച്ചെടുത്തു. ബാംഗ്ലൂരിൽ നിന്നും പാലക്കാടും തൃശൂരും ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ച MDMAയാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. 1 വർഷമായി ഇരുവരും ചേർന്ന് കോങ്ങാട് ടൗണിൽ കാറ്ററിംഗ് സ്ഥാപനവും ആരംഭിച്ചിരുന്നു. ഇതിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരും ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ബാംഗ്ലൂരിൽ ഒരുമിച്ച് യാത്ര ചെയ്ത് രാസലഹരി മൊത്തമായി എടുക്കുന്ന ഇവർ ഇത് കേരളത്തിലെത്തിച്ച് പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇരുവരും ബാംഗ്ലൂരുവിലേക്ക് പോയ വിവരവും പോലീസിന് ലഭിച്ചിരുന്നു. ഇവർ തിരിച്ചു വരുന്നതും നോക്കി പോലീസ് കാത്തുനിന്നു. ശനിയാഴ്ച വൈകിട്ട് ഇരുവരും വാഹനത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് പോലീസ് കയ്യോടെ പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി. യൂത്ത് കോൺഗ്രസ് വേര് കൺവെൻഷൻ ഒറ്റപ്പാലത്ത് നടന്നു. സംസ്ഥാന സെക്രട്ടറി വിഷ്ണു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 30 ദിവസങ്ങൾ കൊണ്ട് 100-ലധികം മണ്ഡലം കൺവെൻഷനുകൾ നടത്തി 2000-ലധികം വാർഡ് കമ്മിറ്റികളും 10,000-ലധികം ഭാരവാഹികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ നാടിനായി ഉറച്ചു നിൽക്കാമെന്ന മുദ്രാവാക്യമുയർത്തി ഒറ്റപ്പാലം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വേര് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ വ്യാപാര ഭവനിൽ നടന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജേഷ് അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിഷ്ണു ഉദ്ഘാടനം ചെയ്തു. ഈ വേര് എന്ന പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി താഴേക്കടിയിൽ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക
മുന്നൊരുക്കങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വേര് എന്ന പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് വരുന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ നടത്തേണ്ട മുന്നൊരുക്കങ്ങളാണ് വേരിലൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആ കോൺഗ്രസിന് സംഭവിക്കുന്ന സംഘടനാ ദൗർബല്യങ്ങൾ നികത്തുവാൻ ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് നാളത്തെ കോൺഗ്രസ് എന്ന മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് വേദി എന്ന പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. നമ്മൾ വാർഡിലൂടെ കണ്ടെത്തുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇനിയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മുന്നോട്ട് വരണം എന്നതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു ആശയം. ജില്ലാ പ്രസിഡന്റ് ജയഘോഷ്, ജസീൽ, അജ്മൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റി അധ്യക്ഷൻ ജയരാജ്, വിനോജ്, രാമൻ, ശിഹാബ് എന്നിവർ സംസാരിച്ചു. KCV ന്യൂസ്, ഒറ്റപ്പാലം. തണൽ വികസന സമിതി 20ാം വാർഷിക പൊതുയോഗം നടന്നു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് തണൽ വികസന സമിതി ജലനിധിയുടെ 20ാം വാർഷിക സമ്മേളനം നടന്നു. തിരുവില്ലാമല ഗവൺമെന്റ് ഹോസ്പിറ്റൽ മീറ്റിംഗ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് K. സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സ്മിത സുകുമാരൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ KP ഉമാശങ്കർ, പ്രസന്ന സൂര്യനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി ആശ കൃഷ്ണകുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ M. കേശവൻ വരവ് ചെലവ് കണക്കിന്റെ അവതരണം നടത്തി. തുടർന്ന് ചർച്ച, വിശദീകരണം, ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ്, ഭാവി പ്രവർത്തന അവതരണം, ഗിഫ്റ്റ് വിതരണം എന്നിവ നടന്നു. നിലവിലുള്ള ഭാരവാഹികൾ തുടരുവാനായി യോഗം തീരുമാനിച്ചു. ജോയിന്റ് സെക്രട്ടറിയായി അബ്ദുൾ റഹ്മാനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അധികൃതരുടെ വാഗ്ദാനങ്ങൾ പാഴ്വാക്കായി. ആദ്യയോടെ പനയമ്പാടം നിവാസികൾ 1.32 കോടി കേന്ദ്ര സഹായം ഉണ്ടായിട്ടും പനയമ്പാടം അപകട വളവ് തൽസ്ഥിതിയിൽ തുടരുന്നു. കല്ലടിക്കോട് അധികൃതർ വാഗ്ദാനങ്ങൾ നൽകിയ പനയമ്പാടം വളവ് സ്കൂൾ തുറക്കുമ്പോഴും വാഗ്ദാനങ്ങൾക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നു. കേന്ദ്ര സർക്കാർ 1.35 കോടി നീക്കിവെച്ചിട്ടും പനയമ്പാടത്തെ വികസനം എങ്ങും എത്തിയില്ല. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ പനയമ്പാടത്ത് പ്രവർത്തനങ്ങൾ നടത്താത്തതിനാൽ ആശങ്കരാണ് നാട്ടുകാരും രക്ഷിതാക്കളും. കഴിഞ്ഞ സ്കൂൾ പ്രവർത്തന വർഷത്തിൽ ഡിസംബറിലായിരുന്നു കരിമ്പ ഹൈസ്കൂളിൽ നിന്നും ക്ലാസും കഴിഞ്ഞ് പോവുകയായിരുന്ന 4 കുട്ടികൾ വാഹനാപകടത്തിൽ മരിച്ചത്. തുടർന്ന് മന്ത്രിമാരും മറ്റ് അധികൃതരും സ്ഥലം സന്ദർശിച്ച് റോഡിൽ അപാകത ഉണ്ടെന്നും വളവ് നിവർത്തി റോഡിന് വീതി കൂട്ടി ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ മാറ്റിക്കൊണ്ട് പരിഹാരം കണ്ടെത്തുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും റോഡിൽ താൽക്കാലിക ഡിവൈഡർ സ്ഥാപിച്ച് റോഡ് പരുക്കനാക്കി ക്യാമറ സ്ഥാപിച്ചതൊഴിച്ചാൽ മറ്റൊന്നും തന്നെ നടത്തിയിട്ടില്ല. അന്ന് പരുക്കനാക്കിയ റോഡ് വീണ്ടും മിനുസമായി തുടങ്ങി. താൽക്കാലിക ഡിവൈഡറിൽ വാഹനങ്ങൾ ഇടിച്ച് കേട് സംഭവിക്കുന്നു. ഒരു മഴ പെയ്താൽ ഇപ്പോഴും അപകടങ്ങൾക്ക് യാതൊരു കുറവും ഇവിടെയില്ല. റോഡിന്റെ വശങ്ങളിൽ കൈവരിയെങ്കിലും വെച്ചിരുന്നെങ്കിൽ ഇവിടെ എത്തുന്ന വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വമാകുമായിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോഴത്തെ റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥ, കഴിഞ്ഞ വർഷം തന്നെ എത്ര ജീവൻ ഇവിടെ നിന്ന് ഒലിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ശരിക്കും പറഞ്ഞാൽ പനയമ്പാടം തുപ്പനാട് മുതൽ പള്ളിപ്പടി വരെ ഭയങ്കരമായൊരു ഭീകരാവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ കുറേ കുട്ടികൾ, കുഞ്ഞു മക്കൾ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകണം. തൽക്കാലം ഒരു കൈവരിയെങ്കിലും വെച്ചിരുന്നെങ്കിൽ കുട്ടികൾക്ക് നടന്നു പോയി അപ്പുറം ഇപ്പുറം നടന്നു പോയി കയറാനുള്ള റോഡ് സൈഡിൽ കൂടെയെങ്കിലും വെച്ചിരുന്നെങ്കിൽ ഒരു നല്ലൊരു കാര്യമായിരുന്നു. ഇത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ഈ ഭാഗത്തുണ്ടായിട്ടും അധികാരികൾ ഇനിയും കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ഇനി എത്ര ജീവൻ പൊലിയും എന്നുള്ളത് അറിയാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും അതിന് എത്രയും പെട്ടെന്നുള്ളൊരു തുടർ നടപടികൾ ഉണ്ടാവണം. അതല്ലെങ്കിൽ ജനങ്ങൾ ശക്തമായിട്ട് ഇതിൻ്റെ പ്രക്ഷോഭമായിട്ട് മുന്നോട്ടുണ്ടാവും. കാരണം ഇനിയൊരു ജീവൻ ഈ പനയമ്പാടത്ത് എന്നല്ല, ഈ റോഡിൻ്റെ അപാകത എന്താണെന്നുള്ളത് എല്ലാ ആളുകളും വന്ന് കണ്ടതാണ്. എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ നേതാക്കന്മാരും എല്ലാവരും നേരിട്ട് വന്ന് കണ്ടതാണ് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ. എന്നിട്ട് ഇതിനൊരു പരിഹാരം ഇതുവരെ കാണാനും ഇപ്പം ഈ ഡിവൈഡർ ഇങ്ങനെ വെച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. അത് മാത്രമല്ല, ഇപ്പം മഴ പെയ്താൽ ഇപ്പം നമ്മളൊക്കെ 2 വീലർ കൊണ്ട് യാത്ര ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഗട്ടറിങ്ങനെ ചാടി വരുമ്പോൾ അങ്ങോട്ട് മറിയോ ശരിക്കും എന്തിനാണത് വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാത്തത്. തീരുമാനിച്ച രീതിയിൽ ദുബായ് കുന്ന് താഴ്ത്തി റോഡ് വീതി വർദ്ധിപ്പിക്കുകയും
സ്ഥിര ഡിവൈഡർ സ്ഥാപിച്ച് വശങ്ങളിൽ അഴുക്കുചാൽ നിർമ്മിച്ച് അതിനു മുകളിൽ നടപ്പാതയൊരുക്കി കൈവരിയും സ്ഥാപിക്കാനായാണ് തീരുമാനിച്ചിരുന്നത്. അതിനിപ്പോൾ അനുവദിച്ച തുക മതിയാവാത്തതിനാൽ സർവകക്ഷി യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ തുക ലഭിച്ച ശേഷം പ്രവർത്തനം തുടങ്ങാമെന്ന് തീരുമാനിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ പറഞ്ഞു. ഇവിടെ ആദ്യകാലങ്ങളിൽ ഇത്രയും അപകടങ്ങൾ ഇവിടെ ഇല്ലാത്തൊരു ഭാഗമാണ് ഈ പനയമ്പാടം എന്ന പ്രദേശം. ഒരുപാട് വർഷങ്ങൾ ഒരു സർവേ നടത്തി പോയതിൻ്റെ ഫലമായിട്ട് ഇവർ റോഡിൻ്റെ അപാകതയിൽ വന്ന മിസ്റ്റേക്കാണ് ഇവിടെ ഈ അപകടങ്ങൾ കൂടാൻ കാരണം. ഇതിപ്പോൾ സ്കൂളുകൾ തുറക്കുന്ന സമയങ്ങളാണ്. ഈ സമയമാകുമ്പോൾ കുറച്ചും കൂടി ദുരന്തം കൂടും. ഈ റോഡ് ഒരു ഭാഗത്ത് ചെരുവും ഒരു ഭാഗത്ത് ഈ കേറ്റുമായി നോക്കും വളവാണ് പറഞ്ഞു. എത്രയോ ഭാഗങ്ങളിൽ വളവുണ്ട്, അവിടെയൊക്കെ വണ്ടികൾ കടന്നു പോകുന്നുണ്ടല്ലോ. ഇവിടെ മാത്രം ഈ റോഡ് പണിയിൽ വന്ന അപാകതയും കൊണ്ടാണ് ഇവിടെ ഇത്ര ദുരന്തങ്ങൾ കൂടുന്നത്. സാധാരണഗതിയിൽ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വണ്ടികൾ ചവിട്ടിയ വട്ടം കിടക്കും. ഇത്രയും ഇങ്ങനത്തെ ഒരു ഭാഗം പനയമ്പാട് ഈ പാലക്കാട് മണ്ണാർക്കാടുള്ളിൽ പനയമ്പാടന്മാർക്ക് ദുരന്തങ്ങൾ വന്ന ഒരു ഭാഗങ്ങൾ വേറെ ഉണ്ടാകലുമില്ല. ഈ റോഡിൽ വന്ന അപാകതയും കൊണ്ടാണ് ഇത്രയും ഇവിടെ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടിൽ കുറച്ച് ആൾക്കാർ കൂടി വരും. എന്നിട്ട് അങ്ങനെ പറയും. ഇപ്പം എന്താണ്ടായി അവിടെ 4 കുട്ടികൾ മരിച്ചത് ഈ ഭാഗത്താണ് വെച്ചത്. ഇപ്പം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ 2 ക്യാമറ അവിടെയും കൂടി വെച്ച് വരുന്ന നാട്ടുകാരെ എങ്ങനെ നെക്കിപ്പിടിക്കുക, അല്ലാണ്ട് വേറെ പന്തവിടെ ഒരു മാറ്റങ്ങളുണ്ടായത് അവിടെ. യാത്രാ നിരോധനം വന്നതോടെ ജീവിതമാർഗം മുട്ടി ഒറ്റപ്പാലം ആലത്തൂർ റോഡ് ബസ് ഉടമകളും തൊഴിലാളികളും. കരാറുകാരന്റെ അനാസ്ഥയിൽ തോട്ടിൻപള്ള പാലം പണി നിലച്ചതാണ് ദുരവസ്ഥയ്ക്ക് കാരണം. തൃശൂർ, പാലക്കാട് ജില്ലകളെയും തിരുവില്ലമല, തരൂർ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന തോട്ടുംപള്ളപ്പാലം പൊളിഞ്ഞതിനാൽ കിലോമീറ്ററുകളോളം ചുറ്റിപ്പോകുന്ന ബസ്സുകൾക്ക് വൻ സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും ഉണ്ടാവുന്നതായും ഈ റൂട്ടിലൂടെയുള്ള സർവീസ് നിർത്തിവെക്കാൻ ആലോചിക്കുന്നതായും ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്. തിരുവില്ലമല, തരൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തോട്ടുംപള്ള താൽക്കാലിക ബണ്ട് പൊളിഞ്ഞതിനാൽ ബസ്സുകൾ റൂട്ട് തിരിച്ചു വിടേണ്ടി വരുന്നത് വീതി കുറഞ്ഞ പഞ്ചായത്ത് റോഡിലൂടെയാണെന്നും ഒരു ഇരുചക്ര വാഹനം വന്നാൽ കൂടെ സൈഡ് കൊടുക്കാനും മറ്റൊന്നിനും കഴിയുന്നില്ലെന്നും ആയതിനാൽ ബസ് തൊഴിലാളികൾക്ക് വൻ ബുദ്ധിമുട്ടാണ് നേരിടുന്നതെന്നും എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ ബസ് റൂട്ട് തന്നെ നിർത്തലാക്കുമെന്നും ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് ഗോപാൽ DC പറഞ്ഞു. ഇത് റോഡ് പൊളിച്ചിട്ട് 6 മാസമായി. വലിയ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിച്ച് എന്തെങ്കിലും പൊളിച്ചു ഇതേ പറയുമ്പോഴേക്കും കഴിയും വിചാരിച്ചു. ഇതുവരയ്ക്കും ഈ സംഭവം ഇതില്ല. അവസാനം താൽക്കാലികമായിട്ടൊരു പാലം ഉണ്ടാക്കിയത് അത് ഒഴിച്ചുപോയി. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ബസ്സുകാരും നാട്ടുകാരും യാത്രക്കാരും എല്ലാവരുമാണ്. ഏറ്റവും കൂടുതൽ അതിൽ പറയാൻ ബുദ്ധിമുട്ട് ബസ്സുകാരുടെ ഭാഗത്താണ്. ബസ്സുകാരുടെ ആലത്തൂർ, തിരുവില്ലാമല, ഒറ്റപ്പാലം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്താൻ പറ്റാതെ ഇപ്പോൾ വളഞ്ഞ വഴി കൂടെ പോകണം. പഞ്ചായത്ത് റോഡ് കൂടെ പോകണം. പഞ്ചായത്ത് റോഡ് കൂടെ പോയി എതിരൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ കിലോമീറ്ററോളം വളഞ്ഞതാണ്. പിന്നെ ചുറ്റുപാടും ഉള്ള ഈ ജനങ്ങൾ അങ്ങോട്ടും ഈ ബസ് കണ്ടാൽ ഇത് കയറും. അപ്പോൾ ഒരു ബസ്സുകാർ തമ്മിൽ തർക്കമായി, വഴക്കായി. ബസ്സുകളുടെ ഡീസൽ കൂടുതൽ, സമയനഷ്ടം. ബസ്സുകളുടെ സർവീസ് നിർത്തിവെച്ചാലോ എന്ന് ആലോചിക്കുന്നത്. ഇപ്പോൾ ഈ വഴിക്കുള്ള ബസ്സുകൾ സർവീസ് അവിടെ നമ്മുടെ തൊഴിലാളികൾ താല്പര്യപ്പെടുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ബസ്സുകളായിട്ട് അങ്ങോട്ടും സമയത്തിന് ഓടിയെത്താൻ പറ്റാതെയും ഈ മഴയും ഇതും കാരണം ബസ്സുകൾ സർവീസ് നിർത്തി വയ്ക്കണം പറഞ്ഞിട്ട് നമ്മുടെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. ഇത്തരത്തിൽ ബസ്സുകൾ റൂട്ട് തിരിച്ചുവിടുന്നതിനാൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയും സമയനിഷ്ഠത പാലിക്കാൻ കഴിയാത്തതിനാൽ ബസ്സുകാർ തമ്മിൽ സംഘർഷവും പതിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ ഈ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഇത്തരമൊരു തീരുമാനം ബസ് ഓണേഴ്സ് അസോസിയേഷൻ എടുത്താൽ വിദ്യാർത്ഥികളുടെ പഠനത്തെയും ബാധിക്കും. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും. എത്രയും പെട്ടെന്ന് തരൂർ താൽക്കാലിക ബണ്ട് പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡനത്തിന് ശ്രമിച്ച യുവാവ് പിടിയിൽ. അട്ടപ്പള്ളം പാമ്പാമ്പള്ളം സ്വദേശി അരുൺ പ്രസാദാണ് അറസ്റ്റിലായത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏറെ വിവാദമായ വാളയാർ അട്ടപ്പളത്ത് സഹോദരിമാർ മരിച്ച കേസിലെ 5ാം പ്രതി കൂടിയാണ് പിടിയിലായ അരുൺ പ്രസാദ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ബലാത്സംഗ ശ്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങി വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് അരുണിനെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വാളയാർ കേസിൽ ജുവനൈൽ കോടതിയിൽ വിചാരണ നേരിടുന്ന ഇയാൾ ജാമ്യത്തിലിറങ്ങിയതായിരുന്നു. വാളയാർ സംഭവം നടക്കുമ്പോൾ പ്രായപൂർത്തിയാവാത്തതിനാൽ ജുവനൈൽ കോടതിയിലായിരുന്നു കേസ്.
കൊല്ലങ്കോട് വെള്ളച്ചാട്ടത്തിൽ വീണ യുവാവ് മരിച്ചു. മുതലമട നണ്ടൻകീഴ് സ്വദേശി സജീവാണ് മരിച്ചത്. കൊല്ലങ്കോട് വെള്ളരിമേട് വെള്ളച്ചാട്ടം ആസ്വദിക്കാനെത്തിയ യുവാവ് കാൽവഴുതി മലയിടുക്കിലേക്ക് വീണ് മരിച്ചു. ഇന്നലെ വൈകിട്ട് 5:30ഓടെയായിരുന്നു അപകടം. സുഹൃത്തുക്കൾക്കൊപ്പമാണ് സജീഷ് വെള്ളച്ചാട്ടം കാണാനെത്തിയത്. വെള്ളച്ചാട്ടത്തിന്റെ ഉത്ഭവ കേന്ദ്രം കാണാനായി മല കയറുമ്പോഴായിരുന്നു അപകടം. അപകടത്തിൽപ്പെട്ട ഉടൻ മറ്റ് വിനോദസഞ്ചാരികൾ സജീഷിനെ പാതി ദൂരം എത്തിക്കുകയും പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി നെന്മാറയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തലയ്ക്കും കൈകൾക്കും സജീഷിന് സാരമായി പരിക്കേറ്റിരുന്നു. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി.